പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 31 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ നല്ല കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ഒന്നിനും കുറവ് വരുവാൻ അനുവദിക്കാതെ കഴിഞ്ഞ പകൽ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത് ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശു നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തിക്കൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ 31 പ്രഭാതം വരെയും ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ച, അത്ഭുതകരമായി നമ്മളെ സൂക്ഷിച്ച നല്ല കർത്താവിൻ കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ അങ്ങേക്ക് സ്തോത്രം, കർത്താവെ അങ്ങേക്ക് സ്തോത്രം, കർത്താവെ അങ്ങേക്ക് സ്തോത്രം, കർത്താവെ അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷം മുഴുവൻ നമ്മളെ സൂക്ഷിച്ച കർത്താവിൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്ന് പകൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. കാരണം ഒരു വർഷം മുഴുവനും അത്ഭുതമായി നമ്മളെ നടത്തിയില്ലേ? നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ മഹാകൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഒരു വർഷക്കാലം മുഴുവനും ഈ പ്രഭാത സന്ദേശം കേൾക്കുവാൻ, കർത്താവെ പറയുവാൻ അങ്ങ് കൃപ തന്നു, അതിനുള്ള ആരോഗ്യം തന്നു, അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തന്നു, അതിനുള്ള വഴികളെല്ലാം കർത്താവ് ഒരുക്കിയതിന് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ഈ വർഷത്തിൻ്റെ അവസാന ദിവസം നമുക്ക് ഒരുമിച്ചൊന്ന് കർത്താവിനോട് അവൻ സന്നിധിയിലായിരിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോട് പറ, പിതാവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ വർഷം മുഴുവനും കേട്ടു, ഞങ്ങളുടെ യാചനകൾക്ക് അങ്ങ് മറുപടി തന്നു, ഞങ്ങൾ ചോദിച്ചതിനും നനച്ചതിനുമൊക്കെ അത്യന്തം പരമായി ഞങ്ങളെ പുലർത്തി, അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ 31 വീണ്ടും ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണം. ഈ വർഷം പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ കർത്താവ് ഇടവരുത്തണം. 4-ാം യാമത്തിൽ ആമേൻ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു വന്നതുപോലെ ഈ 31 അപ്പം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം, ആകാശം ചായ്ച്ചിറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം, അത്ഭുതങ്ങളെ ചെയ്യുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 31 ആവശ്യമായ നന്മകൾ, ആവശ്യമായ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. തൻ്റെ മക്കൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കർത്താവെ പൂർത്തീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവിക അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഏതെങ്കിലും രോഗങ്ങളാൽ ഭാരപ്പെട്ടിരിപ്പുണ്ടോ? ഇന്ന് അത് പൂർണ്ണമായി സൗഖ്യമാകുവാൻ, ആവശ്യങ്ങളുടെ മേൽ ദൈവിക വിടുതലുകൾ നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡോക്യുമെൻറ്റുകൾ അപ്രൂവൽ ആകേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇന്ന് കംപ്ലീറ്റ് ആകുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തീരുമാനങ്ങളെടുത്ത് പുതുവർഷത്തിലേക്ക് കയറേണ്ടതിന് ഇന്ന് തീരുമാനമെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഇന്ന് ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ആണ്ടിൻ്റെ അവസാന ദിവസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. ആണ്ടിൻ്റെ അവസാനത്തെ ദിവസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. അങ്ങയുടെ പുത്രനെ ഇന്ന് മഹത്വപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിലൂടെ, കുടുംബങ്ങളിലൂടെ കർത്താവെ ഇന്ന് അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ 3 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനകളെ അങ്ങ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്ന് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവെ, ലോകമെമ്പാടും അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കുമല്ലോ. ഞങ്ങളെല്ലാ മീറ്റിങ്ങുകളെയും അനുഗ്രഹിക്കുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകണം കർത്താവെ, വലിയ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകണം. തൻ്റെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് പുതുബലം പ്രാപിച്ച് പുതുവർഷത്തിലേക്ക് കയറുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി. ഏറ്റവും ശ്രേഷ്ഠമായ മീറ്റിങ്ങുകൾ ആമേൻ നമ്മളെ ഒരുക്കി കർത്താവ് പുതുവർഷത്തിന് വേണ്ടി. ഇനിയും ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ആമേൻ രാത്രി ഇന്ത്യൻ സമയം ഏകദേശം 10 മണിയോടുകൂടെ ആരംഭിക്കും. ലൈവ് വരുമ്പോഴത്തേക്കിന്
ഒരു പക്ഷേ അതൊരു 11:30-12 ഇന്ത്യൻ സമയം. അതുവരെ പേഴ്സണലായ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെയാണ്. ആമേൻ. അതുകൊണ്ട് ലൈവ് വരുന്നത് ഏകദേശം ഇന്ത്യൻ സമയം 12 മണിയാകും, അല്ലെങ്കിൽ 11:45-12 ആകുമ്പോഴത്തേക്കാകും ലൈവ് ആരംഭിക്കുക. അതുവരെ നമ്മുടെ ഇവിടെ പേഴ്സണലായുള്ള പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. ഇവിടെയുള്ളവർ തക്ക സമയത്ത് എത്തിച്ചേരുക, പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ഒരുങ്ങുക ദൈവസന്നിധിയിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ഇന്നത്തെ തിരുവെഴുത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 136 സങ്കീർത്തനമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ 26 വാക്യങ്ങളാണ് ഈ നമ്മുടെ 136 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വർഷം തീരുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടല്ല തീർക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നമ്മളോടുള്ള കരുണയും വിശ്വസ്തതയും ഓർത്ത് ആമേൻ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. നന്ദിയുള്ള ഹൃദയം അതൊരു ദൈവിക വിവേകത്തിൻ്റെ തെളിവാണ്. ആമേൻ. അപ്പം 136 സങ്കീർത്തനത്തിൽ 26 വാക്കാണ്. ഓരോ വാക്കുകൾ തീരുമ്പോഴും പറയുന്നു അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. എന്താ ഈ 136 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്? സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആമേൻ. പ്രകൃതി മാറിയിട്ടുണ്ട്. ആമേൻ. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ വ്യത്യസ്തമായ മാറ്റങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാ, അതെന്നേക്കും മാറാത്തതാ. എബ്രായ ലേഖനം 13:8 പറയുന്നത് പോലെ അവൻ ഇന്നലെയും ഇന്നും എന്നും മാറാത്തവൻ. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്തുവാ? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കി, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചു, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി, പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കി. അപ്പോൾ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ 2025 എല്ലാ ദിവസങ്ങളും സൂര്യൻ നമുക്ക് വേണ്ടി ഉദിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിന് സ്തോത്രം പറയണം. അവൻ നല്ല വായു കിട്ടിയത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവനെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് നമ്മൾ യോഗ്യത ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പക്ഷേ എന്തുകൊണ്ടാണ്? ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് കഴിഞ്ഞ് 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, ഇത് നിങ്ങൾ ഇന്ന് പകൽ പല പ്രാവശ്യം വായിച്ച് ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ കഴിഞ്ഞുവിളികളെ സംഹരിച്ചവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്ന് വെച്ചാൽ വലിയ ഡെലിവറൻസുകൾ അവൻ നമ്മുടെ ജീവിതത്തിൽ തന്ന കർത്താവിന് അവൻ നമ്മളെ നോക്കിയ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ശത്രുവിൻ്റെ പദ്ധതികളിൽ നമ്മളെ വിടുവിച്ചു. ബലമുള്ള കൈകൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും അവൻ കർത്താവ് നമ്മളെ സംരക്ഷിച്ചു, വിടുവിച്ചു. നമ്മുടെ മുമ്പിൽ വഴികളെ തുറന്നു തന്നു. അതിൻ്റെ നടുവിലൂടെ നമ്മളെ കൊണ്ടുവന്നു. നമ്മളെ പിന്തുടർന്ന് വന്ന ശത്രുവിൻ്റെ ശക്തികളെ തകർത്ത് കളഞ്ഞു. അവൻ അതിന് നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിൻ്റെ കൃപയാ, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയായിരുന്നു. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കി. അവിടെ പറയുന്നത് ആ മരുഭൂമി യാത്രയിൽ അവൻ ഈ വേണ്ടുന്നതെല്ലാം കൊടുത്ത് കർത്താവ് അത്ഭുതകരമായി നടത്തി. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും കരങ്ങളെ ഉയർത്തി പറയല്ലോ, ഈ ഡിസംബർ 31 പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും പുറകോട്ട് നിറയ്ക്ക് കൺഫ്യൂഷനുകൾ വന്നു, ചില താമസങ്ങൾ വന്നു, പലതരത്തിലുള്ള പ്രഷറുകൾ നമ്മൾ നേരിട്ടു, അൺസർട്ടനിറ്റിയൊക്കെ നേരിട്ടു. എങ്കിലും അവിടെയും കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ എത്ര പേരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റും? കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ അത്ഭുതകരമായി നടത്തിയ കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെന്നല്ല, പക്ഷേ ഹല്ലേലൂയ, അത് നമുക്ക് ഗ്യാരണ്ടി തന്നു. പ്രതിസന്ധികളുടെ നടുവിൽ നിലനിൽക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്നു. 23 മുതൽ 25 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആമേൻ എന്താ പറയുന്നത്? 23 മുതൽ 25 വരെ പറയുന്നത് അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവൻ. നമ്മുടെ വ്യക്തിപരമായ ഒരു സാക്ഷ്യമാണ് അവിടെ പറയുന്നത്. അവൻ നമ്മുടെ വൈരികളുടെ കയ്യിൽ നമ്മളെ വിടുവിച്ചവൻ, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ. അപ്പം ആ കർത്താവിനെ, അതായത് നമുക്ക് സഹായം ആവശ്യമായപ്പോൾ കർത്താവ് നമുക്ക് സഹായം തന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ സഹായിച്ചു. അവൻ നമ്മളെ അവൻ ആരും അറിയാതെ അവൻ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അവൻ നമുക്ക് വേണ്ടി അവൻ നമ്മുടെ ഇല്ലായ്മകളുടെ നടുവിലൊക്കെ നമുക്ക് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. അവൻ നമ്മൾ ഈ വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ നന്മകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്നിട്ട് 26 വാക്യം പറയുക. ആമേൻ.
സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പം നമ്മൾ ഈ വർഷം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ കൃപയാൽ പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഉറപ്പെന്തുവാ? ആമേൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കഴിഞ്ഞ വർഷം നമ്മളെ നടത്തിയ ദൈവത്തിൻ്റെ ദയ, കഴിഞ്ഞ വർഷം നമ്മളെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവത്തിൻ്റെ ദയ, കഴിഞ്ഞ വർഷം ശത്രുവിൻ്റെ കയ്യിൽ നമ്മളെ വിടുവിച്ച കർത്താവിൻ്റെ ദയ, കഴിഞ്ഞ വർഷം നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവത്തിൻ്റെ ദയ 2026 നമ്മുടെ കൂടെ ഉള്ളതിനായിട്ട് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദയക്കായിട്ട് സ്തോത്രം പറഞ്ഞ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ അവൻ ദൈവത്തിന് നന്ദിയുള്ളവരായി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു, കുടുംബത്തെ സൂക്ഷിച്ചു, ജോലി സ്ഥലത്ത് സൂക്ഷിച്ചു. കർത്താവിൻ്റെ ദയ നമ്മുടെ യോഗ്യതയാണോ? അല്ല, ദൈവത്തിൻ്റെ ദയ. കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു വർഷം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം ഈ മോർണിംഗ് മെസ്സേജ് കേട്ട നിങ്ങളോടുള്ള നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ അനുഗ്രഹമാക്കിയ നിങ്ങളോടുള്ള കർത്താവിനോടുള്ള യേശുവിൻ്റെ നാമത്തിൽ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥിക്കുക. ഈ പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥനയോടും ആരാധനയോടും പുതുബലത്തോടും പുതുശക്തിയോടും കൂടെ കയറുവാൻ കർത്താവ് നമ്മളെല്ലാവരും ഒരുക്കട്ടെ. ഈ പകൽക്കാലം കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.